ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു സി പ്ലസ് പ്ലസ് എന്ന പാഠഭാഗമാണ്. ഇത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിലും ഉള്ള ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു സി പ്ലസ് പ്ലസ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ ഈ വീഡിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എജു ഹബ്ബ് ബൈ നവീൻ ഭാസ്കർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ്. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളാണ് ഈ ചാനലിൽ വരുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ +1ൻ്റെയും +2ൻ്റെയും ഫ്രീ ലൈവ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി എടുക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കാൻ തുടങ്ങുകയാണ്. സി പ്ലസ് പ്ലസ് എന്ന വളരെ പ്രശസ്തമായ ഒരു പ്രോഗ്രാമിംഗ് ഭാഷ പഠിച്ചു തുടങ്ങുകയാണ്. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണിത്. ഇദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക അല്ലേ, വലിയ പാട്. ഇദ്ദേഹത്തിൻ്റെ പേര് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യണ്ടായി. അപ്പോൾ ഇതാ ഒരു വീഡിയോ വന്നു. നമുക്ക് വീഡിയോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്കൊന്ന് കേൾക്കാം. Plus programming language. How do you say his name? Bjarne. Bjarne Stroustrup. Bjarne Stroustrup. Pretty straightforward. Once you know Bjarne Stroustrup. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യണമെന്ന് പഠിച്ചല്ലോ. ബ്യാൺ സ്ട്രോസ്ട്രൗപ്പ് എന്നാണ്. ബ്യാൺ സ്ട്രോസ്ട്രൗപ്പ്. ഇദ്ദേഹമാണ് സി പ്ലസ് പ്ലസ് ഭാഷ കണ്ടുപിടിച്ചത്. അങ്ങനെ വി ആർ എൻ്ററിങ് ഇൻ ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വളരെ വലിയൊരു ലോകത്തേക്ക് വലതുകാല് വെച്ച് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട്? ഒരു പക്ഷേ ഈ ലോകം അറിയപ്പെടുന്ന വലിയൊരു പ്രോഗ്രാമറായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ അറിയണം ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കമെന്ന്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ഭാഷ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ആദ്യം പഠിക്കുക? നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ. മലയാളം പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ അക്ഷരമാലയാണ് പഠിച്ചത് അല്ലേ? ആ ആ ഇ ഈ ഉ ഊ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അക്ഷരം ഇംഗ്ലീഷിലുണ്ട് നിരവധി അക്ഷരങ്ങൾ, ആൽഫബറ്റ്സ് എന്ന് നമ്മളതിന് പറയും. ABCDEF തുടങ്ങിയ Z വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ സി പ്ലസ് പ്ലസിൻ്റെ അക്ഷരമാല എന്ന് പറഞ്ഞാൽ അതാണ് ക്യാരക്ടർ സെറ്റ്. അപ്പോൾ സി പ്ലസ് പ്ലസിനും അക്ഷരമാലയുണ്ട്. അതിനെ ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ സാധ്യമായ എല്ലാ ക്യാരക്ടറുകളെയും നമുക്ക് ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കാം. ഇത് തന്നെയല്ലേ അക്ഷരമാല എന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ അക്ഷരമാല എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാള ഭാഷയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന അക്ഷരങ്ങൾ. ഇംഗ്ലീഷ് ഭാഷയുടെ അക്ഷരമാല എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന അക്ഷരങ്ങൾ. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആ ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തെ നമുക്ക് ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് A to Z ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഉപയോഗിക്കാം. ഡിജിറ്റ്സ് 0 മുതൽ 9 വരെ ഉപയോഗിക്കാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, കീബോർഡിലുള്ള മറ്റെല്ലാ സിമ്പലുകളും നമുക്കിതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. കൂടാതെ വൈറ്റ് സ്പേസ്, അതായത് ബ്ലാങ്ക് സ്പേസ് കൂടി ഇതിലൊരു ക്യാരക്ടറാണ്. അങ്ങനെ അക്ഷരമാല പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറിയ വാക്കുകൾ പഠിക്കും അല്ലേ? മലയാളത്തിൽ നമ്മൾ പഠിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? ആ അമ്മ, ആ ആന, ഈ ഇല, ഈ ഈച്ച എന്നിങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാക്കി പഠിച്ചു. ഇംഗ്ലീഷിലാണെങ്കിൽ A for ആപ്പിൾ, B for ബലൂൺ, C for കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി പ്ലസ് പ്ലസിൽ ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോക്കൺസ് എന്ന്. അപ്പോൾ ക്യാരക്ടർ സെറ്റ് കൊണ്ടുണ്ടാക്കുന്ന ചെറിയ ചെറിയ വാക്കുകളെ നമുക്ക് ടോക്കൺസ് എന്ന് വിളിക്കാം. അപ്പോൾ ടോക്കൺസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളാണ്, ക്യാരക്ടർ സെറ്റ് കൊണ്ടുണ്ടാക്കിയ ചില വാക്കുകളാണ് ഈ ടോക്കൺസ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ടോക്കൺസ് ആണ്. ടോക്കൺസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ടോക്കൺസ് എന്ന് നോക്കാം. നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഓർക്കാം. കിൽപോ എന്ന് ഓർത്താൽ മതി. കിൽപോ, അതായത് ഈ 5 എണ്ണമാണ് ടോക്കൺസിൽ വരുന്നത്. കിൽപോ എന്ന് ഓർക്കുക. K for keywords, I for identifiers, L for literals,
P for punctuators and O for operators. ഇങ്ങനെ 5 എണ്ണമാണ് C++ൻ്റെ ടോക്കൺസ്. അപ്പോൾ കിൽപോ എന്ന് ഓർത്താൽ ഈ ഓർഡറിൽ തന്നെ കിട്ടും. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് കിൽപോ എന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറയാണ് അതിലും നല്ല വാക്ക് ഞങ്ങളുണ്ടാക്കി തരാം സർ, പൊളിക്ക് എന്ന് ഓർത്താൽ മതി എന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി അക്ഷരങ്ങൾ മാറിയെന്നല്ലുള്ളൂ. പൊളിക്ക് അങ്ങനെ ഓർത്താലും മതി. നമ്മൾ ഈ 5 എണ്ണത്തിൻ്റെ പേരുകളെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് കീവേഡ്സ് എന്താണെന്ന് നോക്കിയാലോ. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ വേർഡ്സ് ദാറ്റ് കൺവേ സ്പെഷ്യൽ മീനിങ് ടു ദ കമ്പൈലർ. കമ്പൈലറിന് പ്രത്യേക അർത്ഥങ്ങൾ നൽകുന്ന ചില വാക്കുകളാണ് കീവേഡുകൾ എന്ന് വിളിക്കുന്നത്. ഈ കീവേഡുകളുടെ അർത്ഥം നമുക്ക് ഡിക്ഷണറിയിൽ നോക്കിയാൽ കിട്ടുന്ന മീനിങ് അല്ല. C++ കമ്പൈലറിനെ സംബന്ധിച്ച് ചില വാക്കുകൾക്ക് സ്പെഷ്യൽ അർത്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടും. ഇത്തരത്തിലുള്ള വാക്കുകൾ മറ്റൊരു ആവശ്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇതിനെ റിസർവ്ഡ് വേർഡ്സ് എന്നും വിളിക്കാറുണ്ട്. റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്തരം വാക്കുകൾ. അപ്പോൾ എന്താണ് കീവേഡ് എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള വാക്കുകളാണ്. C++ കമ്പൈലറിനെ സംബന്ധിച്ച് സ്പെഷ്യൽ അർത്ഥങ്ങൾ നൽകുന്ന ചില വാക്കുകളാണ്. ഈ വാക്കുകൾ മറ്റൊരാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവ റിസർവ്ഡ് വേർഡ്സ് ആണ്, റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും വാക്കുകളാണ്, ഇതൊക്കെ കീവേഡുകളാണ് കേട്ടോ. ഇത്രയും കീവേഡുകളാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് കീവേഡുകൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും കീവേഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇതിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? കറക്റ്റ്, ഇതെല്ലാം സ്മോൾ ലെറ്ററിലാണ് അല്ലേ? സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ കീവേഡ്സുകൾ നിർബന്ധമായും സ്മോൾ ലെറ്ററിൽ വേണം, അല്ലെങ്കിൽ ലോവർ കേസ് ലെറ്റേഴ്സിൽ വേണം ഉപയോഗിക്കാൻ. ഇനി ഐഡൻറ്റിഫയേഴ്സ് രണ്ടാമത്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ ദീസ് ആർ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം ദ ഡിഫറെൻറ്റ് പ്രോഗ്രാം എലമെൻറ്റ്സ് സച്ച് ആസ് മെമ്മറി ലൊക്കേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്. അതായത് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ചില പേരുകൾ, മെമ്മറിക്ക് കൊടുക്കുന്ന പേരുകൾ, സ്റ്റേറ്റ്മെൻറ്റുകൾ, ഫങ്ഷനുകൾ. അപ്പോൾ പേരുകളെയാണ് നമ്മളിവിടെ ഐഡൻറ്റിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, തിരിച്ചറിയാനുള്ള മാർഗം, അതാണല്ലോ ഐഡൻറ്റിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളെ ഓരോ കുട്ടികളെയും നമ്മൾ സ്കൂളിൽ എങ്ങനെയാണ് തിരിച്ചറിയുക? പേര് വിളിച്ചിട്ടല്ലേ തിരിച്ചറിയുക? അക്ഷയ്, പ്രജിത്ത്, ജോയൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേര് വിളിക്കും സ്കൂളിൽ. അപ്പോൾ പേരാണ് നിങ്ങളുടെ ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. അതുപോലെ മെമ്മറി ലൊക്കേഷൻസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പേര് കൊടുക്കും. അങ്ങനെയുള്ള പേരുകളെ നമുക്ക് ഐഡൻറ്റിഫയർ എന്ന് വിളിക്കാം. ആ മെമ്മറിയെ തിരിച്ചറിയാനാണ് ആ പേര് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഐഡൻറ്റിഫയർ എന്ന് വിളിക്കാം. അങ്ങനെ മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന ഐഡൻറ്റിഫയറിനെയാണ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക, മെമ്മറി ലൊക്കേഷൻസിന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ എന്നത്. ഇനി നമുക്ക് ചില മെമ്മറി ലൊക്കേഷനുകളൊന്ന് പരിചയപ്പെടാം. 3 മെമ്മറി ലൊക്കേഷനുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തേതിൻ്റെ പേര് എ എന്നാണ്. രണ്ടാമത്തേതിന് ഞാൻ ബാബു എന്നുള്ള പേര് കൊടുത്തു. മൂന്നാമത്തേതിന് ക്യാറ്റ് എന്നുള്ള പേരാണ് കൊടുത്തത്. ഇതൊക്കെ ഐഡൻറ്റിഫയറുകളാണ്. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്തോളൂ. പക്ഷെ അങ്ങനെ എല്ലാ പേരും ഐഡൻറ്റിഫയർ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് ചില റൂളുകളുണ്ട്. ആ റൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ റൂള്, ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഐഡൻറ്റിഫയറിൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഉപയോഗിക്കാം. ഡിജിറ്റ്സ് ഉപയോഗിക്കാം. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ ഉപയോഗിക്കാം. കൂടാതെ അണ്ടർസ്കോർ ഉപയോഗിക്കാം. അപ്പോൾ ആകെ ഒരു സിമ്പൽ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഐഡൻറ്റിഫയറിൽ, അത് അണ്ടർസ്കോർ ആണ്. രണ്ടാമത്തെ റൂൾ ഒന്ന് നോക്കാം. ആദ്യത്തെ ക്യാരക്ടർ, അതായത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ക്യാരക്ടർ ഒന്നുകിൽ ഒരു ലെറ്റർ ആയിരിക്കണം, അക്ഷരമായിരിക്കണം, അതല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായത്? ഡിജിറ്റ് വെച്ചിട്ട് തുടങ്ങാൻ പാടില്ല അല്ലേ? ഐഡൻറ്റിഫയറിൽ ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ എന്ന്. ആദ്യത്തെ ക്യാരക്ടർ ലെറ്ററോ അണ്ടർസ്കോറോ ആയിരിക്കണമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിജിറ്റ് വെച്ചിട്ട് ഒരു പേര് തുടങ്ങാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. ചിഹ്നങ്ങൾ, സിംബൽസുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ആകെ ഒരു സിംബലേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് അണ്ടർസ്കോർ ആണ്.
നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ്. കീവേഡുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്താ കീവേഡ് എന്ന് പറഞ്ഞാൽ? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു, കീവേഡുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള റിസർവ്ഡ് വേർഡുകളാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല കീവേഡ്. അതുകൊണ്ട് കീവേഡ്സ് ആർ നോട്ട് അലൗഡ്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ പോയിന്റ്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറൻ്റ്ലി. വലിയ അക്ഷരത്തിൽ എഴുതിയാലും ചെറിയ അക്ഷരത്തിൽ എഴുതുന്നതും രണ്ടും ഡിഫറൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ എൻ്റെ പേര് നവീൻ എന്ന് വലിയ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും നവീൻ എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയാലും നിങ്ങൾക്ക് സെയിം ആയിട്ടല്ലേ തോന്നുക. പക്ഷേ C++ന് രണ്ടും ഡിഫറെൻ്റ് പേരുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ ഉദാഹരണം ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ പേര് ഒന്ന് പല രീതിയിലൊന്ന് എഴുതുകയാണ്. പല രീതിയിലെന്ന് പറഞ്ഞാൽ ചെറിയ അക്ഷരവും വലിയ അക്ഷരവും ഒക്കെ മാറ്റി മറിച്ചൊന്ന് എഴുതാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പേര് തന്നെയാണ്, നവീൻ അല്ലേ? പക്ഷേ C++നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വേറെ വേറെ പേരുകളാണ്. ഇത് ഓരോന്നും വേറെ വേറെ പേരുകളാണ്. അതുകൊണ്ടാണ് ലോവർ കേസ് ലെറ്റേഴ്സും അപ്പർ കേസ് ലെറ്റേഴ്സും ഡിഫറൻ്റ് ആയിട്ടാണ് കണക്കിലെടുക്കുക, ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഈ ഒരു റൂളിനെ പറയുന്ന പേരാണ് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് അതായത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും രണ്ടും ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് കേസ് സെൻസിറ്റീവ് എന്ന്. ഇനി നമുക്കൊരു കാര്യം ഒന്ന് പരിശോധിക്കാം. ഇൻഡ് എന്ന വാക്ക് ഇത് ഒരു വാലിഡ് ഐഡൻറ്റിഫയർ ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റിൽ ഇൻഡ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. കീവേഡ്സ് ഒരിക്കലും ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇൻഡ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ഐഡൻറ്റിഫയർ അല്ല. പക്ഷേ ഇപ്പോൾ എഴുതിയിരിക്കുന്ന നോക്കൂ, ഇൻഡ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ I ക്യാപിറ്റലാണ്, ബാക്കിയുള്ള NT സ്മോൾ ലെറ്റർ ആണ്. ഇത് ഒരു വാലിഡ് ഐഡൻറ്റിഫയർ ആണോ? അതെ, തീർച്ചയായിട്ടും ഇതൊരു വാലിഡ് ഐഡൻറ്റിഫയർ ആണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതെല്ലാം വാലിഡ് ആയിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സ് ആണ്. എന്താണ് ഇതിൻ്റെ റീസൺ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, C++ കേസ് സെൻസിറ്റീവ് ആണ്. കീവേഡ്സ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. കീവേഡ്സ് എപ്പോഴും സ്മോൾ ലെറ്ററിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അക്ഷരം ക്യാപിറ്റലിൽ എഴുതിയാൽ അല്ലെങ്കിൽ പൂർണ്ണമായും ക്യാപിറ്റലിൽ എഴുതുകയാണെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ആദ്യം സ്മോൾ ലെറ്ററിൽ മാത്രം എഴുതിയ ഇൻഡ് കീവേഡാണ്, അത് ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് എഴുതിയത് മുഴുവൻ ഇൻഡ് തന്നെയാണെങ്കിലും അതെല്ലാം ഐഡൻറ്റിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതൊന്നും കീവേഡ് അല്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് ഐഡൻറ്റിഫയേഴ്സ് ഒന്ന് നോക്കാം. അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയുക. ഇൻവാലിഡ് ആണെങ്കിൽ അതിൻ്റെ റീസൺ പറയുക. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളാണ്. data_rec ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? ഇത് തീർച്ചയായിട്ടും വാലിഡ് ആണ്. ഇത് വാലിഡ് ആണോ എന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റൂളുകൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് കീവേഡ് ആണോ? അല്ല, കീവേഡ് അല്ല. ഇതിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അക്ഷരം വെച്ചിട്ടാണ്, ഡിജിറ്റ് വെച്ചിട്ടല്ല. തീർച്ചയായിട്ടും ഒരു ലെറ്റർ വെച്ചിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വാലിഡ് ആണ്. സ്പേസ് യൂസ് ചെയ്തിട്ടില്ല, മറ്റ് സിമ്പിൾസ് അണ്ടർസ്കോർ ഒഴിച്ച് ബാക്കി ഒരു സിമ്പിളുകളും യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാ റൂൾസും ഇത് പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആണ്. അടുത്ത നോക്കൂ, my.file. ഇത് തീർച്ചയായിട്ടും ഇൻവാലിഡ് ആണ്. അതിൻ്റെ റീസൺ സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു ഡോട്ട് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൂളിൽ പറയുന്നുണ്ട് ഡോട്ട് യൂസ് ചെയ്യാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ആകെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർസ്കോർ ആണ്. അടുത്ത നോക്കുക, data123. തീർച്ചയായിട്ടും അതും വാലിഡ് ആണ്. ഇനി 123 ഡാറ്റ ആണെങ്കിലോ അത് ഇൻവാലിഡ് ആണ്. നമ്മൾ ഒരു ഐഡൻറ്റിഫയറിൻ്റെ റൂളിൽ പറയുന്നുണ്ട് ഡിജിറ്റ്സും ലെറ്റേഴ്സും അണ്ടർസ്കോറും യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ലെറ്ററിലോ അണ്ടർസ്കോറിലോ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിജിറ്റിലാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻവാലിഡ്. അടുത്ത നോക്കുക, _123 ഡാറ്റ. ഇത് തീർച്ചയായിട്ടും വാലിഡ് ആണ്. ഇത് അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് റൂളിൽ പറയുന്നുണ്ട്. അടുത്ത് 4 എന്ന് പറയുന്നു, അത് ഇൻവാലിഡ് ആണ്. അതിൻ്റെ റീസൺ എന്താ? കീവേഡാണ്. 4 ഒരു കീവേഡാണ്. എന്നാൽ F ക്യാപിറ്റലാക്കിയിട്ട് വീണ്ടും നമ്മൾ 4 എന്ന് എഴുതിയപ്പോൾ അത് വാലിഡ് ആണ്. കാരണം ആദ്യം നമ്മൾ FOR എന്ന് സ്മോൾ ലെറ്ററിൽ പറഞ്ഞപ്പോൾ അത് കീവേഡാണ്. എന്നാൽ F ക്യാപിറ്റൽ ആയി കഴിഞ്ഞപ്പോൾ അത് കീവേഡ് അല്ല, ഐഡൻറ്റിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം
കീവേഡ്സ് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം. ഇനി അടുത്ത നമുക്ക് ലിറ്ററൽസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. അതായത് പ്രോഗ്രാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും വാല്യൂവിൽ ഒരു വ്യത്യാസവും വരാത്തതിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്. നമ്മൾ മാത്തമാറ്റിക്സിൽ കോൺസ്റ്റൻറ്റ് വേരിയബിൾസ് ഒക്കെ പഠിക്കുമല്ലോ. വാല്യൂ ചേഞ്ച് ആകുന്നതാണ് വേരിയബിൾസ്. വാല്യൂ ചേഞ്ച് ആകാത്തതിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് തന്നെയാണെന്ന് ഓർക്കുക. അപ്പോൾ എത്ര ടൈപ്പ് ലിറ്ററലുകൾ ഉണ്ട് നോക്കുമ്പോൾ 1 ഇൻറ്റിജർ ലിറ്ററൽ, 2 ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, 3 ക്യാരക്ടർ ലിറ്ററൽസ്, 4 സ്ട്രിംഗ് ലിറ്ററൽസ്. ഇനി ഇതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇൻറ്റിജർ ലിറ്ററൽ എന്ന് പറയുമ്പോൾ ദീസ് ആർ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്. അതായത് ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത സംഖ്യകളാണ് ഇൻറ്റിജർ ലിറ്ററൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു സംഖ്യ 1776 എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു ഇൻറ്റിജർ ആണ്, കാരണം അതിന് ഡെസിമൽ പോയിന്റ് ഇല്ല. പിന്നെ പോസിറ്റീവ് 102, അതിനും പോയിന്റ് ഇല്ല, പക്ഷെ പോസിറ്റീവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് ഇൻറ്റിജർ ആണ്. പിന്നെ നെഗറ്റീവ് 702. അപ്പോൾ ഇൻറ്റിജർ ഒന്നുകിൽ പോസിറ്റീവ് സൈൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യാം. സൈൻ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെറിയ ക്ലാസ്സിൽ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ റൂള് എന്താണ്? ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആൻഡ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി ഡെസിമൽ പോയിന്റ്. ഇൻറ്റിജർ ലിറ്ററലാവണമെങ്കിൽ അതിൽ മിനിമം ഒരു ഡിജിറ്റ് ഉണ്ടാകണം, ഡെസിമൽ പോയിന്റ് ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് മേ കണ്ടെയ്ൻ ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ആസ് ദ ഫസ്റ്റ് ക്യാരക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞു പോസിറ്റീവോ നെഗറ്റീവ് സൈനോ നമുക്ക് യൂസ് ചെയ്യാം. ഈ നമ്പർ വിത്ത് നോ സൈൻ ഈസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ്. അതായത് ഒരു സൈനും ഉപയോഗിക്കാതെയാണ് ഒരു സംഖ്യ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. 4 നോ അതർ ക്യാരക്ടേഴ്സ് ആർ അലൗഡ്. ഡിജിറ്റ്സ് അല്ലാത്ത ഒരു ക്യാരക്ടറുകളും ഇൻറ്റിജർ ലിറ്ററലിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമുക്ക് നോക്കാം ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഇൻറ്റിജർ ലിറ്ററൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നു 77,000. ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? തീർച്ചയായിട്ടും ഇൻവാലിഡ് ആണ്, കാരണം കോമ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂളിൽ പറയുന്നുണ്ട് വേറെ ഒരു ക്യാരക്ടേഴ്സും യൂസ് ചെയ്യരുതെന്ന്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് നോക്കൂ, പ്ലസ് 23,267. തീർച്ചയായിട്ടും വാലിഡ് ആണ്. അടുത്തത് 70 വാലിഡ് ആണ്. അടുത്തത് നോക്കൂ, -0.7563. ഇവിടെ പോയിന്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇൻവാലിഡ് ആണ്. അതുപോലെ 314 പോയിന്റ്, അതും ഇൻവാലിഡ് ആണ്, പോയിന്റ് വരുന്നതുകൊണ്ട് ഇൻവാലിഡ് ആണ്. അടുത്തത് നോക്കൂ, -0.2281 + 0. തീർച്ചയായിട്ടും ഇൻവാലിഡ് ആണ്, അവിടെ പ്ലസ് സൈൻ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത നോക്കുക, -5432. അത് തീർച്ചയായിട്ടും വാലിഡ് ആണ്. അടുത്തതായിട്ടും വരുന്ന സംഖ്യ 1234 E56. അവിടെ E എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. അടുത്തത് +15,346. അതും വാലിഡ് ആണ്. ലാസ്റ്റ് സംഖ്യ -9999 എന്ന് പറയുന്നതും വാലിഡ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ കൃത്യമായി ഇതിൻ്റെ മാർക്ക് ലഭിക്കും. അത് മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക. അടുത്തത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്താണെന്ന് നോക്കാം. പോയിന്റ് ഉള്ള സംഖ്യകളാണ്, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടുള്ള സംഖ്യകളാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്. ഇതിനെ നമ്മൾ റിയൽ കോൺസ്റ്റന്റ് എന്നും വിളിക്കുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള സംഖ്യകളാണ്. ഇത്തരത്തിലുള്ള സംഖ്യകളെ റിയൽ കോൺസ്റ്റന്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ 1 of the 2 forms. 2 രീതിയിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലുകൾ എഴുതാമെന്ന് പറയുന്നു. ഒന്ന് ഫ്രാക്ഷണൽ ഫോം, 2 എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ എന്താ ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എഴുതുന്ന 5.8 എന്നൊക്കെ പറയുന്നത് ഫ്രാക്ഷണൽ ഫോമാണ്. എക്സ്പോണൻഷ്യൽ ഫോം എന്താണ്? നമുക്ക് ഈ 5.8നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 0.58 × 10⁻1 എന്ന് എഴുതാലോ. അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ഇതിൽ സംഖ്യ മാറുന്നില്ലല്ലോ. 0.58 × 10 എന്ന് പറയുമ്പോൾ 5.8 തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് എഴുതുമ്പോൾ ഈ രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റി എഴുതാം. 0.58 × 10⁻1 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 0.58 എന്ന് പറയുന്നത് മാൻറ്റിസയും 10⁻1ൻ്റെ 1 എന്ന് പറയുന്നത് എക്സ്പോണൻറ്റുമാണ്. ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ മാൻറ്റിസ ആൻഡ് എക്സ്പോണൻറ്റ് മെത്തേഡ് പഠിച്ചപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 0.58 E1 എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ 0.58 എക്സ്പോണൻറ്റ് 1 എന്നാണ് ഇതിൻ്റെ അർത്ഥം.
ഇനി ഇതിൻ്റെ റൂൾസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആൻഡ് എ ഡെസിമൽ പോയിന്റ്. അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റ് വേണം, ഒരു ഡെസിമൽ പോയിന്റ് നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഇറ്റ് മേ കണ്ടെയ്ൻ പ്ലസ് ഓർ മൈനസ് സൈൻ. അത് പോസിറ്റീവോ നെഗറ്റീവോ സൈൻ നമുക്ക് ഉപയോഗിക്കാം. ഒരു സൈനും ഉപയോഗിച്ചില്ലെങ്കിൽ അത് പോസിറ്റീവായിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നും പറയുന്നുണ്ട്. 4ാമത്തെ പോയിന്റിൽ എക്സ്പോണൻഷ്യൽ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഇ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഇ നമുക്ക് ഉപയോഗിക്കാം. 5ാമത്തെ പോയിന്റ് ആയിട്ട് എക്സ്പോണൻറ്റ് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. എക്സ്പോണൻറ്റും പോസിറ്റീവോ നെഗറ്റീവോ ആകാം. പക്ഷേ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ്പോണൻറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ. ഒരു കാരണവശാലും എക്സ്പോണൻറ്റ് ഒരു പോയിന്റ് ഉള്ള സംഖ്യ ആകാൻ പാടില്ല. എക്സ്പോണൻറ്റ് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കണം, പോയിന്റ് ഇല്ലാത്ത സംഖ്യ ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നു, ആൻ ഇൻറ്റിജർ നമ്പർ ഷുഡ് ബി സ്പെസിഫൈഡ് ആഫ്റ്റർ ഇ. ഇ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം നിർബന്ധമായും ഒരു ഇൻറ്റിജർ നമ്പർ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇനി നമുക്ക് കുറച്ച് വാലിഡ് റിയൽ കോൺസ്റ്റൻസ് നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സംഖ്യകളെല്ലാം വാലിഡ് ആയിട്ടുള്ള റിയൽ കോൺസ്റ്റൻസ് ആണ്. വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം നിങ്ങളത് കൃത്യമായി നോക്കി മനസ്സിലാക്കുക. ഇപ്പോൾ താഴെ കാണുന്നതൊക്കെ ഇൻവാലിഡ് ആയിട്ടുള്ള റിയൽ കോൺസ്റ്റൻസുമാണ്, അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ആണ്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന 58,250.262 എന്ന് പറയുന്നതിൽ കോമ യൂസ് ചെയ്തുകൊണ്ട് ഇൻവാലിഡ് ആണ്. പിന്നീട് പറഞ്ഞിരിക്കുന്ന 5.8 ഇ എന്ന് പറയുന്നതിൽ ഇ കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റിജർ നമ്പർ ഇല്ല, നോ എക്സ്പോണൻറ്റ് പാർട്ട്, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. പിന്നെ വരുന്നതിൽ 0.58 ഇ 2.3 അത് ഇൻവാലിഡ് ആവാൻ കാരണം എക്സ്പോണൻ്റ് ആയിട്ട് ഇൻറ്റിജർ നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ, പക്ഷേ ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു വാലിഡ് ആൻഡ് ഇൻവാലിഡ് റിയൽ കോൺസ്റ്റൻസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ എന്ന് പറയണം, അതിൻ്റെ റീസണും പറയണം. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നതിൽ കോമ യൂസ് ചെയ്തുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. പിന്നെ വന്നിരിക്കുന്നതിൽ +532.67 രണ്ട് ഡോട്ടുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. പിന്നെ 4353 അത് ഇൻവാലിഡ് ആണ്. 7.0 വാലിഡ് ആണ്. പിന്നെ വന്നിരിക്കുന്നു 0.756 ഈ -3 തീർച്ചയായിട്ടും ഇത് വാലിഡ് ആണ്, കാരണം എക്സ്പോണൻറ്റിൽ നെഗറ്റീവ് വരാം, സംഖ്യയിൽ പോസിറ്റീവും ഉണ്ട്. അടുത്തത് പറയുന്നു +34/2 ഇത് ഇൻവാലിഡ് ആണ്, കാരണം സ്ലാഷ് എന്ന് പറയുന്ന ഒരു സിമ്പൽ, ഒരു ക്യാരക്ടർ, സ്പെഷ്യൽ ക്യാരക്ടർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യാൻ പാടില്ല. അടുത്ത 3.14 വാലിഡ് ആണ്. അടുത്ത സംഖ്യ നമ്മുടെ റൂൾ അനുസരിച്ച് വാലിഡ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന 5.6 ഇ ഇൻവാലിഡ് ആണ്, കാരണം ഇ കഴിഞ്ഞാൽ നിർബന്ധമായ ഒരു ഇൻറ്റിജർ നമ്പർ സ്പെസിഫൈ ചെയ്തിരിക്കണം. അടുത്ത സംഖ്യ ഇൻവാലിഡ് ആണ്, കാരണം -5.0 ഇ 5.4 എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്പോണൻ്റ് നിർബന്ധമായും ഇൻറ്റിജർ ആയിരിക്കണം. അടുത്ത വരുന്ന സംഖ്യ വാലിഡ് ആണ്. പിന്നെ വരുന്ന സംഖ്യ 4356 ഇൻവാലിഡ് ആണ്, കാരണം അതിലൊരു ഡെസിമൽ പോയിന്റ് ഇല്ല, ഇതൊരു ഇൻറ്റിജർ ആണ്, അപ്പോൾ ഇത് ഇൻവാലിഡ് ആണ്. അടുത്തത് വരുന്നു +53.45 ഇ -6 തീർച്ചയായിട്ടും വാലിഡ് ആണ്, റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നു 3456.24 ഇൻവാലിഡ് ആണ്, കാരണം ഇവിടെ കോമ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സംഖ്യ 0 ആണ്, 0 തീർച്ചയായിട്ടും ഇൻവാലിഡ് ആണ്. 0.0 എന്ന് എഴുതിയെങ്കിൽ അത് വാലിഡ് ആയനെ, ഇവിടെ ഡോട്ട് യൂസ് ചെയ്തിട്ടില്ല, ഇത് വ്യക്തമായി എന്ന് കരുതുന്നു. അടുത്തായിട്ട് നമുക്ക് ക്യാരക്ടർ ലിറ്ററൽസ് ഒന്ന് നോക്കാം. സിംഗിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ളത് എന്തും ക്യാരക്ടറുകളാണ്, അപ്പോൾ ശ്രദ്ധിക്കുക, ദീസ് ആർ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുള്ള സിംഗിൾ ക്യാരക്ടറുകളെല്ലാം ക്യാരക്ടർ ലിറ്ററൽസ് ആണെന്നുള്ളത് ഓർക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ക്രീനിൽ നോക്കുക, എ എന്ന് കൊടുത്തിരിക്കുന്നു സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ, ഇതൊരു വാലിഡ് ക്യാരക്ടർ ലിറ്ററലാണ്. 8 എന്ന് കൊടുത്തിരിക്കുന്നു സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ, ഇതും തീർച്ചയായിട്ടും വാലിഡ് ആണ്. എന്നാൽ താഴെ എഴുതിയിരിക്കുന്ന എ ഒരു വാലിഡ് ക്യാരക്ടർ ലിറ്ററൽ അല്ല, കാരണം അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കൂ, 81 എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിരിക്കുകയാണ്, അതും ഇൻവാലിഡ് ആണ്. അതിൻ്റെ റീസൺ 2 ഡിജിറ്റ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, 2 ക്യാരക്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 8 എന്ന് മാത്രം കൊടുത്തെങ്കിൽ വാലിഡ് ആയനെ, 1 എന്ന് മാത്രം കൊടുത്തെങ്കിലും വാലിഡ് ആയനെ. ഇവിടെ 81 എന്ന് കൊടുത്തത് കൊണ്ട് അത് ഇൻവാലിഡ് ആണ്. ഇനി നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ /n എന്ന് കൊടുത്തിരിക്കുന്നു.
ഇത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ? ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇൻവാലിഡ് ആണെന്ന്. കാരണം 2 ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട് അല്ലേ, ഒരു സ്ലാഷും വരുന്നു എന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇൻവാലിഡ് ആണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇറ്റ് ഈസ് വാലിഡ്. അതിൻ്റെ റീസൺ ആണ് പറയുന്നത്, ഇത് എസ്കേപ്പ് സീക്വൻസ് ആണ്. എസ്കേപ്പ് സീക്വൻസ് എന്താണ്? എസ്കേപ്പ് സീക്വൻസ് എന്ന് നമുക്ക് നോക്കാം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കണം, എന്താണ് എസ്കേപ്പ് സീക്വൻസ് എന്ന്. These are non-graphic character constant which cannot be typed directly from the keyboard. കീബോർഡിൽ നിന്ന് നേരിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത നോൺ ഗ്രാഫിക് ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളാണ് എസ്കേപ്പ് സീക്വൻസ്. എന്താ നോൺ ഗ്രാഫിക് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇത് സ്ക്രീനിൽ നമുക്ക് തെളിഞ്ഞ് കാണില്ല, സ്ക്രീനിലൊന്നും ഡിസ്പ്ലേ ചെയ്ത് കാണില്ല. അതാണ് ഗ്രാഫിക് ക്യാരക്ടേഴ്സ് മാത്രമേ സ്ക്രീനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കാത്ത ക്യാരക്ടറുകളുണ്ട്. അത്തരത്തിലുള്ള ക്യാരക്ടറുകളെ നമുക്ക് നോൺ ഗ്രാഫിക് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ എൻ്റർ അടിക്കുക, എൻ്റർ കീ ഒന്ന് പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും തെളിഞ്ഞു വരും. അതുപോലെ ടാബ് യൂസ് ചെയ്യാം. ടാബ് യൂസ് ചെയ്താൽ നമ്മുടെ കെർസർ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന കാണാം, അവിടെ ഒരു ക്യാരക്ടറും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാവുക, ഒരു ചില സിസ്റ്റങ്ങളിലൊക്കെ എറർ വരുമ്പോൾ ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് ഉണ്ടാവാറുണ്ട്. ഈ ശബ്ദം ഡിസ്പ്ലേ ചെയ്യുന്നില്ലല്ലോ, ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയാത്ത ക്യാരക്ടറുകളെയാണ് നോൺ ഗ്രാഫിക് ക്യാരക്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ നോൺ ഗ്രാഫിക് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് വിച്ച് കനോട്ട് ബി ടൈപ്ഡ് ഡയറക്ട്ലി ഫ്രം ദ കീബോർഡ്. ഇതിന് ഉദാഹരണമാണ് എൻ്റർ കീ. എൻ്റർ കീ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രോഗ്രാമിൽ എങ്ങനെ ഉപയോഗിക്കും? ടാബ് കീ, അതുപോലെ തന്നെ ബാക്ക് സ്പേസ്. നമുക്ക് നോക്കാം. എൻ്റർ കീ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ /r എന്നാണ് ഉപയോഗിക്കേണ്ടത്. /r എന്ന വാക്കോടെ ഉപയോഗിക്കാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ കീബോർഡിൽ നോക്കിയാൽ കാണാം, എൻ്റർ കീയെ റിട്ടേൺ കീ എന്നുകൂടി പറയാറുണ്ട്. മിക്കവാറും ലാപ്ടോപ്പുകളിലെല്ലാം റിട്ടേൺ എന്നുകൂടി എഴുതാറുണ്ട് എൻ്റർ കീയിൽ. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്നതാണ് ഇവിടെ r എന്നുകൊണ്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്ലാഷ് ഇട്ടത് കൊണ്ട് അത് കമ്പൈലറിന് മനസ്സിലായി ഇത് എസ്കേപ്പ് സീക്വൻസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ സിംഗിൾ കോട്ട്സിനുള്ളിൽ ഒരു സ്ലാഷും പിന്നെ ഒരു ക്യാരക്ടറും കൂടി വന്നാൽ അത് തീർച്ചയായിട്ടും എസ്കേപ്പ് സീക്വൻസ് ആണ്. ഇവിടെ സിംഗിൾ കോട്ട്സിനുള്ളിൽ /ഉം r വന്നു കഴിഞ്ഞപ്പോൾ ഇത് റിട്ടേൺ കീക്ക് അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യാനുള്ള എസ്കേപ്പ് സീക്വൻസ് ആണ്. അടുത്ത ടാബ് കീ. ടാബ് കീ പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോഗ്രാമിൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റുക സിംഗിൾ കോട്ട്സിനുള്ളിൽ /t എന്ന് പറഞ്ഞാൽ മതി. ടി എന്ന് പറഞ്ഞാൽ ടാബ് എന്നുള്ളതിൻ്റെ ടി. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ /t എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ടാബ് സ്പേസ് അവിടെ ജനറേറ്റ് ചെയ്യും. അതുപോലെ ബാക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ /b എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ /n എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ നോക്കിയില്ല, ആദ്യമേ ഞാൻ പറഞ്ഞത് /n ആയിരുന്നു. ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് /n ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിനി വരുന്ന പ്രോഗ്രാമിങ്ങിലൊക്കെ ധാരാളം ഉപയോഗിക്കും. /nൻ്റെ യൂസേജ് വളരെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ /n എന്താണെന്ന് ആ സമയത്ത് ഡൗട്ട് തോന്നരുത്, അത് പുതിയൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈനിൽ നിന്നും ആ വരിയിൽ നിന്നും തൊട്ട് താഴെ പുതിയൊരു വരി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് /n ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഒരുപാട് എസ്കേപ്പ് സീക്വൻസുകളുണ്ട്. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. /a എന്ന് പറഞ്ഞാൽ ഓഡിബിൾ ബെല്ലാണ്. ഞാൻ നേരത്തെ ഒരു ബെൽ അടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പ്രോഗ്രാമിൽ /a എന്ന് എഴുതണം. /b ബാക്ക് സ്പേസ് ആണ്. /f ഫോം ഫീഡാണ്. എന്താ ഫോം ഫീഡ് എന്ന് പറഞ്ഞാൽ? /f എന്ന് ഉപയോഗിച്ചാൽ ഫോം ഫീഡാണ്. ഫോം ഫീഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു പേജിലേക്കാണ് കൺട്രോൾ പോവുക. അപ്പോൾ /n എന്ന് പറയുമ്പോൾ പുതിയൊരു ലൈനിലേക്കാണ് പോകുന്നത്, പുതിയൊരു ലൈനിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ലൈൻ ഫീഡ് എന്നും അതിനെ വിളിക്കും. എന്നാൽ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന ഫോം ഫീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അടുത്ത പേജിലേക്കാണ് കൺട്രോൾ പോവുക. /r എന്ന് പറഞ്ഞാൽ ക്യാരേജ് റിട്ടേൺ ആണ്, നമ്മൾ നോക്കി. എൻ്റർ കീ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. /t എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടാബാണ്. /v വെർട്ടിക്കൽ ടാബാണ്. ഇനി നമുക്കൊരു സ്ലാഷ് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 സ്ലാഷ് കൊടുക്കണം. 2 ബാക്ക് സ്ലാഷ് കൊടുത്താൽ മാത്രമേ സ്ലാഷ് പ്രിൻ്റ് ചെയ്യുള്ളൂ. അതുപോലെ കോമ, അതുപോലെ ഒരു ഇൻവേർട്ടഡ് കോമ, സിംഗിൾ ഇൻവേർട്ടഡ് കോമ പ്രിൻ്റ് ചെയ്യണമെങ്കിലോ /ഇൻവേർട്ടഡ് കോമ എന്ന് എഴുതണം. അപ്പോഴാണ് സിംഗിൾ കോട്ട് വരിക. അതുപോലെ ഡബിൾ കോട്ട് വരണമെങ്കിലും /ഡബിൾ ഇൻവേർട്ടഡ് കോമ കൊടുക്കുക.
ക്വസ്റ്റ്യൻ മാർക്ക് വരണമെങ്കിലോ സ്ലാഷ് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. അതുപോലെ ലാസ്റ്റായിട്ട് ഒരെണ്ണമുണ്ട് /0. അതിനെ നമ്മൾ നൾ ക്യാരക്ടർ എന്ന് വിളിക്കും. /0നെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് ടെൻസ്ഡ് ആവണ്ട. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ /a എന്ന് പറഞ്ഞാൽ ഓഡിബിൾ ബെല്ലാണെന്ന് ഓർക്കുക. /n ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതെന്ന് ഓർക്കുക. /r എൻ്റർ കീ ആണെന്ന് ഓർക്കുക. /t ഹൊറിസോണ്ടൽ ടാബ് ആണെന്നുള്ളതെന്ന് ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇപ്പോൾ എ എന്ന സിംഗിൾ കോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു ക്യാരക്ടറാണ്, ഒരു ക്യാരക്ടർ ലിറ്ററലാണ്. ഒരു ക്യാരക്ടർ ലിറ്ററൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ രേഖപ്പെടുത്തുന്നത് ഇൻറ്റിജറായിട്ടാണ്, അതായത് അതിൻ്റെ ആസ്കി വാല്യൂ ആണ്. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഒരു ക്യാരക്ടർ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്ന ഒരു ക്യാരക്ടർ ലിറ്ററിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് എ എന്ന് പറഞ്ഞല്ല സ്റ്റോർ ആവുന്നത്, അതിൻ്റെ ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ആസ്കി വാല്യൂ എന്താണെന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബി എന്നാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിലോ, ബി എന്ന് സ്റ്റോർ ചെയ്ത ബിയുടെ ആസ്കി വാല്യൂ അത് 66ആണ്, അതാണ് അവിടെ സ്റ്റോർ ആവുന്നത്. അപ്പോൾ സ്മോൾ ലെറ്റർ എ ആണെങ്കിലോ അതിൻ്റെ ആസ്കി വാല്യൂ 97 ആണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാരണം ഇത് പ്രോഗ്രാമിൽ വളരെയധികം യൂസ് വരുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യത്രയേ ഉള്ളൂ, ക്യാരക്ടർ ലിറ്ററലുകൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത് ആസ്കി വാല്യൂ ആയിട്ടാണ്. അതായത് എ എന്ന് പറഞ്ഞാൽ എയുടെ ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ആവുക, ബി എന്ന് പറഞ്ഞാൽ ബിയുടെ ആസ്കി വാല്യൂ ആണ് സ്റ്റോർ ആവുക. ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളതൊരു പോയിന്റ് ആയിട്ട് പറയുന്നു, ദ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഈസ് ദ ആസ്കി വാല്യൂ ഓഫ് ദ ക്യാരക്ടർ. ഒരു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ആസ്കി വാല്യൂ ആണ്. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ലിറ്ററൽ കൂടിയാണ് പരിശോധിക്കാനുള്ളത്, അത് സ്ട്രിംഗ് ലിറ്ററൽസ് ആണ്. എന്താണ് സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ, ഡബിൾ കോട്ട്സിനുള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സുകൾ എല്ലാം സ്ട്രിംഗ് ആണ്. ഒന്നോ അതിലധികമോ ക്യാരക്ടറുകൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ഒരു സ്ട്രിംഗ് ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണം നോക്കുക, ഹെലോ, C++, 1 2 3 എന്നൊക്കെ പറയുന്നത് സ്ട്രിംഗ് ആണ്. ഇനി അടുത്തായി നമുക്ക് പങ്ക്ച്വേറ്റേഴ്സ് എന്താണെന്നൊന്ന് പരിശോധിക്കാം. ദീസ് ആർ സ്പെഷ്യൽ സിംബൽസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ C++. C++ൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്പെഷ്യൽ സിംബലുകളെ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഹാഷ്, സെമികോളൻ, ഡബിൾ കോട്ട്, സിംഗിൾ കോട്ട്, അതുപോലെ ബ്രാക്കറ്റുകൾ, കേളി ബ്രാക്കറ്റ്, ഇതൊക്കെ പങ്ക്ച്വേറ്ററുകളാണ്. അടുത്തതായി ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആൻ ഓപ്പറേറ്റർ ഈസ് എ സിംബൽ ദാറ്റ് ടെൽസ് ദ കമ്പൈലർ എബൌട്ട് എ സ്പെസിഫിക് ഓപ്പറേഷൻ. ഒരു പ്രത്യേക ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, 2 ടൈപ്പ് സ്ലാഷും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പെർസെൻറ്റേജ് സിംബൽ C++ൽ മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്തരം സിംബലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്കൊരു ഹോംവർക്ക് ചെയ്യാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ടോക്കൺസ്. താഴെ കൊടുത്തിരിക്കുന്ന ടോക്കണുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അതായത് കീവേഡ് ആണോ, ഐഡൻറ്റിഫയർ ആണോ, ലിറ്ററൽ ആണോ, പങ്ക്ച്വേറ്റർ ആണോ, ഓപ്പറേറ്റർ ആണോ, ഇതിൽ ഏതിലാണ് ഇത് പെടുന്നത് എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കി അതിൽ പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക. ആദ്യത്തേത് വരുന്നത് സ്ലാഷ്. സ്ലാഷ് എന്താണ്? ഓപ്പറേറ്ററാണ്. രണ്ടാമത്തത് സം ആണ്. സം എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫയർ ആണ്. ബ്രേക്ക് എന്തായിരിക്കും? ബ്രേക്ക് തീർച്ചയായിട്ടും കീവേഡാണ്. അടുത്തത് -1 to 4. -1 to 4 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ലിറ്ററലാണ്. അതുകൊണ്ട് നമുക്ക് ലിറ്ററലാണെന്ന് പറയാം. അടുത്ത നോക്കൂ, രാജൂസ് പെൻ. തീർച്ചയായിട്ടും ഇത് സ്ട്രിംഗ് ആണ്. ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു കേളി ബ്രാക്കറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ബ്രാക്കറ്റൊക്കെ ഏതിൽ വരിക എന്ന് പറഞ്ഞത്? കറക്റ്റ്, പങ്ക്ച്വേറ്ററിലാണ് അത് വരിക. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്ററാണ്. ഇഫ് തീർച്ചയായിട്ടും കീവേഡാണ്. അടുത്തത് -12 E -1. തീർച്ചയായിട്ടും അതെന്താണ്? ലിറ്ററലാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലാണ്. അടുത്തത് റീത്ത എന്ന് പറയുന്നത് പേരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐഡൻറ്റിഫയർ ആണ്. അടുത്ത KL01. ഇത്
ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സ്ട്രിങ് ആണ്. ലാസ്റ്റ് വൺ സിംഗിൾ കോട്ട്സിനുള്ളിൽ 2 സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എസ്കേപ്പ് സീക്വൻസ് എന്നാണ് വിളിച്ചത്. അത് നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. അപ്പോൾ എസ്കേപ്പ് സീക്വൻസ് വരുന്നത് ക്യാരക്ടർ ലിറ്ററലിലാണ്. അതായത് സിംഗിൾ കോട്ടിനുള്ളിൽ കൊടുക്കുന്നത് എന്തും ക്യാരക്ടർ ലിറ്ററലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എഴുതിയത് എത്ര എണ്ണം ശരിയായി നോക്കൂ. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും കാണാൻ ശ്രമിക്കുക. ഇതോടെ ഈ ഒരു വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്, വിളിക്കാവുന്നതാണ്, ഇമെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടികൾ തരുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.